ഹായ്, നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കാളികൾക്കിടയിലുള്ള സംഭാഷണങ്ങളും അവർക്കിടയിലുള്ള കാര്യങ്ങൾ ഒരു റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം പങ്കാളികൾക്കിടയിലുള്ള ഭാര്യ ഭർത്താവ് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നടക്കുന്ന സംഭാഷണങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പങ്കാളികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ, സംസാരങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന യഥാർത്ഥമായ കാര്യങ്ങൾ അത് റെക്കോർഡിക്കലായിട്ട് വെക്കുന്നത് മറ്റ് പങ്കാളിയുടെ ട്രസ്റ്റിനെ തകർക്കാനും അത് ബന്ധത്തിൽ അകൽച്ച വരുത്താനും കാരണമാവുന്നതാണ്. പക്ഷേ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഒരു പ്രൊഫഷണൽ അഡ്വൈസിൽ, ഒരു പ്രൊഫഷണൽ സജഷനിൽ, അതായത് ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന നിരന്തരമായിട്ടുള്ള മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള പീഡനം അത്തരത്തിൽ നടക്കുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്ന് ഒരു ഡോക്ടറോ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഇത്തരത്തിൽ ഒരു കാര്യത്തിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പീഡനത്തെ തടയുക, അബ്യൂസിനെ സ്റ്റോപ്പ് ചെയ്യുക, പീഡനത്തെ തടയുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു സജഷൻ കൊടുക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളിലും അതേപോലെ മാധ്യമങ്ങളിലും നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കുന്ന വാർത്തകളുണ്ട്. അതായത് ജീവനോടെ ഇരുന്ന ഒരു വ്യക്തി ഒരു ശവശരീരമായിട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴാണ് ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു മരണമോ സംഭവിച്ചു കഴിയുമ്പോൾ, ഒരു കൊലപാതകമോ സംഭവിച്ചു കഴിയുമ്പോഴാണ് പല ബന്ധങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന ആ ഒരു ടോക്സിസിറ്റി എന്താണെന്ന് നമ്മൾ അറിയുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ കാണുന്ന 10-15 സെക്കൻഡുകൾ അതേക്കുറിച്ച് അപലപിക്കുകയും ആരോടെങ്കിലൊക്കെ തുറന്ന് പറയാറുന്നില്ലേ, ഒരു സഹായം കിട്ടിയാനേ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടായിരുന്നില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തുറന്നു പറഞ്ഞ് ജീവൻ രക്ഷിക്കുക, ഒരു ജീവിച്ചിരുന്ന വ്യക്തി ഒരു ശവശരീരമായിട്ട് മാറുന്നതിലും എത്രയോ ഭേദമായിരുന്നു ജീവൻ രക്ഷിക്കുക എന്നൊരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ, നമ്മൾ പബ്ലിക് പിന്നീട് അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മറന്നു കളയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരേ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്, അതായത് പുറം ലോകത്തെ അറിയിക്കാതെ ആ ഒരു ബന്ധത്തിനുള്ളിൽ കഠിനമായിട്ടുള്ള പീഡനം, മാനസിക പീഡനം, വൈകാരിക പീഡനം, അതേപോലെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്ന് ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ, പീഡനം ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു കാര്യത്തെ സജസ്റ്റ് ചെയ്യുന്നത്. താങ്ക്